ಇದೀಗ ಸನ್ಮಾನ ಸಮಾರಂಭ ಐತಿಹಾಸಿಕವಾದಂತಹ ಒಂದು ಕ್ಷಣಕ್ಕೆ ನಾವೆಲ್ಲರೂ ಎದುರಾಗುತ್ತಾ ಇದ್ದೇವೆ. ಶೈಖುನಾ ಸುಲ್ತಾನುಲ್ ಉಲಮಾ ಶೈಖುನಾ ಅಬ್ಬಾಸ್ ಉಸ್ತಾದರನ್ನು ಸನ್ಮಾನ ಮಾಡುತ್ತಾ ಇದ್ದಾರೆ. ಅಲ್ಲಾಹು ಅಕ್ಬರ್, ಅಲ್ಲಾಹು ಅಕ್ಬರ್, ಅಲ್ಲಾಹು ಅಕ್ಬರ್, ಲಾ ಇಲಾಹ ಇಲ್ಲಲ್ಲಾಹು, ಅಲ್ಲಾಹು ಅಕ್ಬರ್, ಅಲ್ಲಾಹು ಅಕ್ಬರ್, ವಲಿಲ್ಲಾಹಿಲ್ ಹಮ್ದ್. الله أكبر، الله أكبر، الله أكبر، لا إله إلا الله، الله أكبر، الله أكبر، ولله الحمد. ತನ್ನ ಜೀವನವನ್ನು ಇಲ್ಲಿನ ಸುನ್ನತ್ ಜಮಾತಿಗಾಗಿ ಮುಡಿಪಾಗಿಟ್ಟ ಶೈಖುನಾ ಅಬ್ಬಾಸ್ ಉಸ್ತಾದರ 23 ವರ್ಷಗಳ ಕ್ರಾಂತಿ, 50 ವರ್ಷಗಳ ದರ್ಸ್ ಸೇವೆ, ಈ ಸೇವೆಗೆ ಇದೀಗ ಉಸ್ತಾದರಿಂದ ಸನ್ಮಾನವಾಯಿತು. ಶೈಖುನಾ ಸುಲ್ತಾನುಲ್ ಉಲಮಾ AP ಉಸ್ತಾದ್ ಇದೀಗ ನಮ್ಮ ಸಮಾರಂಭವನ್ನು ಉದ್ದೇಶಿಸಿ ಮಾತನಾಡುತ್ತಿದ್ದಾರೆ. ಫಲ್ಯತಫದ್ದಲ್ ಮಶ್ಕೂರ್. بسم الله الرحمن الرحيم. بسم الله عظيم القدرة والشان، شديد البطش والبرهان، حافظ الدين والقرآن، بسم الله ما شاء الله كان، وما لم يشأ لم يكن، ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله والصلاة والسلام على أشرف خلق الله سيدنا محمد وعلى آله وأصحابه أجمعين. أما بعد، ബഹുമാന്യരായ സാദാത്തുക്കൾ, പണ്ഡിതർ, വിശിഷ്ട വ്യക്തികൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട മഞ്ഞനാടി അബ്ബാസ് മുസ്ലിയാർ طول الله عمره مع الصحة والعافية, അദ്ദേഹത്തിന് ഇന്നു മുതൽ ഒരു ലഖബ് കൂടി ചേർക്കാൻ ഉദ്ദേശിക്കുന്നു. നിങ്ങൾ ഞാനത് പറയുമ്പോൾ അത് സ്വീകരിച്ചാൽ മതി. തക്ബീറിൽ ഷറഫുൽ ഉലമാ, ഷറഫുൽ ഉലമാ, ഷറഫുൽ ഉലമാ അബ്ബാസ് മുസ്ലിയാർ. ഷറഫ് എന്ന് പറഞ്ഞാൽ മഹത്വം, ശ്രേഷ്ഠത, ഗുണം. ഇൻഷാ അല്ലാഹ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ലഭിച്ച ഷറഫ്, ആ ഷറഫ് ഇവിടെ ഉണ്ടാകാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഷറഫുൽ ഉലമ എന്ന് ഞാൻ പേര് വെക്കാൻ കാരണം തശ്രീഫാത്ത് എന്ന് ഗൾഫിൽ പോയ ആളുകൾക്കൊക്കെ കാണാം, അതിഥികളെ സ്വീകരിക്കുന്ന, മഹത്തുക്കളെ സ്വീകരിക്കുന്ന വകുപ്പിന് തശ്രീഫാത്ത് എന്ന് പറയും.
അങ്ങനെ ബഹുമാനപ്പെട്ട അബ്ബാസ് മുസ്ലിയാർ അദ്ദേഹത്തിന് ഒരു തശ്രീഫ് ഷറഫ് നൽകുന്നത് ഒരിക്കലും അധികമല്ല. അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തോട് യോജിച്ചത് തന്നെയാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഉലമാക്കളും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പ്രവർത്തകരും ഉലമാഇനെ ബഹുമാനിക്കുകയും ഉലമാഇനെ ആദരിക്കുകയും ചെയ്തുകൊണ്ട് ദീൻ പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ബിദ്അത്തുകാർക്ക് ഇതൊന്നും പിടിക്കൂല. ബിദ്അത്തിന്റെ ആളുകൾക്ക് ഒരു ആലിമിനെ ബഹുമാനിക്കുന്നതോ അവർക്ക് മഹത്വം നൽകുന്നതോ ഒരിക്കലും സമ്മതിക്കാൻ പറ്റില്ല. കാരണം ഈ സലഫിസത്തിന്റെ ബിദ്അത്തിന്റെ അടിത്തറ തന്നെ മഹാന്മാരെ തരം താഴ്ത്തി നിസ്സാരപ്പെടുത്തുക എന്നതാണ്. എവിടെ നോക്കിയാലും അത് കാണാം. സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തരം താഴ്ത്തിയാൽ പിന്നെ ബാക്കിയുള്ള കാര്യം പറയാനുണ്ടോ? സലഫികളുടെ മദ്രസയിൽ പഠിപ്പിക്കുന്ന പാഠപുസ്തകം നിങ്ങൾ എടുത്തു നോക്കൂ. മുഹമ്മദ് നബിയും മറ്റ് പ്രവാചകന്മാരും വെറും ഒരു കേവല സാധാരണ മനുഷ്യന്മാര് മാത്രമായിരുന്നു എന്ന് കുരുന്നു ഹൃദയങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ അംബിയാ മുർസലുകൾക്ക് വലിയ സ്ഥാനമുണ്ടെന്നും അവയിൽ തന്നെ ചിലർ മറ്റു ചിലരെക്കാൾ ശ്രേഷ്ഠതയുള്ളതാണെന്നും നിരവധി ആയത്തുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന സയ്യിദുൽ അവ്വലീന വൽ ആഖിരീൻ, ഞാൻ അവ്വലീങ്ങളുടെയും ആഖിരീങ്ങളുടെയും നേതാവാണ്. വലാ ഫഖ്റ, അത് അഹങ്കാരമായി പറയുകയല്ല. വആദമു വമൻ ദൂനഹു തഹ്ത ലിവാഇ, ആദം നബി അലൈഹിസ്സലാമും അതിന്റെ ശേഷമുള്ള മുഴുവൻ അംബിയാ മുർസലുകളും മുഴുവൻ സ്വാലിഹീങ്ങളും ജനങ്ങളുമെല്ലാം എന്റെ കൊടിയുടെ കീഴിലാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ തെളിവുകളിലേക്ക് പോകുന്നില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പോലും ഒരു സാധാരണ മനുഷ്യൻ എന്ന് പറയുന്നവരാണ് സലഫികൾ എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്ന കൂട്ടർ. അവർക്ക് പല പേരുമുണ്ട്. ഒരു കാലത്ത് വഹാബികൾ എന്ന് അവരെ വിളിക്കപ്പെട്ടിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവർ തന്നെ അവരുടെ പേര് മാറ്റി ഇസ്ലാഹികൾ എന്നാക്കി. വേറെ ചില ആളുകൾ മുജാഹിദുകൾ എന്നാക്കി, സലഫികൾ എന്നാക്കി. ആര് പറഞ്ഞാലും അവർ പേര് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നു എന്നല്ലാതെ ആശയം മാറ്റിയിട്ടില്ല.
അവർക്ക് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയം അംഗീകരിക്കാൻ കഴിയുകയില്ല. അവരെ കിബിർ അവരെ സമ്മതിക്കുകയില്ല. എന്നാൽ സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കൾ പഠിപ്പിക്കുന്നത് ഉലമാഇനെ ബഹുമാനിക്കണം, ആദരിക്കണം, അതെല്ലാം വേണം. പക്ഷേ ആദരിക്കപ്പെടുന്ന ആൾ എന്നെ ആദരിക്കപ്പെടാൻ മാത്രം ഉണ്ട് എന്ന് കരുതിപ്പോകരുത് എന്നർത്ഥം. എത്ര ആദരവാണ് എനിക്കൊക്കെ കിട്ടുന്നത്, ഓരോ സ്ഥലത്തും ആദരിക്കല്. പക്ഷേ നാം അതിനെ അള്ളാഹു ചെയ്ത ഒരു നിഅമത്തായി കാണുകയല്ലാതെ അതിൻ്റെ അപ്പുറത്ത് ഞങ്ങളതിന് അർഹന്മാരാണെന്ന് മനസ്സിലാക്കുകയോ കരുതുകയോ ചെയ്യുന്നില്ല. നിങ്ങൾ കേട്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു തർക്കം വന്നപ്പോൾ ആ തർക്കത്തിന് തീരുമാനമെടുക്കാൻ നിങ്ങൾ സഅദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. റസൂലുള്ളാഹിക്ക് ടൈം ഉണ്ടാവില്ല, സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് സഅദിനെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ സഅദിനെ വിളിച്ചു. സഅദ് റളിയല്ലാഹു അൻഹു വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറഞ്ഞു, ഖൂമൂ ലി സയ്യിദിക്കും, നിങ്ങളുടെ നേതാവത വരുന്നു, ആ വരുന്ന നേതാവിനെ എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കുക. കണ്ടോ, എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കുക. അപ്പൊ ആളുകളെ എഴുന്നേറ്റ് നിന്ന് ആദരിക്കലും സ്വീകരിക്കലും അതെല്ലാം ശറഇൽ ഉള്ളതാണെന്ന് നബിതങ്ങൾ പഠിപ്പിക്കുന്നു. അതേസമയം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു സ്വഹാബികളോട്, ഞാൻ നിങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ആരും നിൽക്കേണ്ടതില്ല, നിൽക്കരുത് എന്ന് പറഞ്ഞു. അല്പസമയം കഴിഞ്ഞു. ഏതാനും സഹാബികൾ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്. ആ സ്ഥലത്തേക്ക് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നു. ആ സമയത്ത് അക്കൂട്ടത്തിലുണ്ടായിരുന്ന ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. അദ്ദേഹത്തിന്റെ കൂടെ ഏതാനും ചിലരും എഴുന്നേറ്റ് നിന്നു. മറ്റു ചിലർ എഴുന്നേറ്റില്ല. കാരണം എഴുന്നേൽക്കണ്ടെന്നാണല്ലോ പറഞ്ഞത്. അത് സ്വീകരിച്ചുകൊണ്ട് ചില ആളുകൾ എഴുന്നേറ്റ് നിന്നില്ല. എഴുന്നേറ്റ് നിന്നിട്ടുള്ള ഹസ്സാൻ ഇബ്നു സാബിത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, അല്ലയോ ഹസ്സാൻ, ഞാൻ കടന്നു വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കേണ്ടതില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ, പിന്നെ നീ എന്താണ് നിൽക്കാൻ കാരണം? ആ സമയത്ത് ഹസ്സാൻ ഇബ്നു സാബിത്ത് പറയുന്നത് കേട്ടോ, ഖിയാമി ലിൽ അസീസി അലയ്യ ഫർളുൻ വതർകുൽ ഫർളി മാ ഹുവ മുസ്തഖീമു അജിബ്തു ലിമൻ ലഹു അഖ്ലുൻ വഫഹ്മു യറാ ഹാദൽ ജമാല വലാ യഖൂമു. കണ്ടോ, ഹസ്സാൻ ഇബ്നു സാബിത്ത് പറയുന്നു, ഖിയാമി ലിൽ അസീസി അലയ്യ ഫർളുൻ, ഓ മഹോന്നതരായ നബിയേ, മഹത്വമേറിയ നബിയേ, അങ്ങക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കൽ എന്റെ മേൽ ഫർളാണ് നബിയേ. വതർകുൽ ഫർളി മാ ഹുവ മുസ്തഖീമു, ആ ഫർള് ഒഴിവാക്കൽ ഒരിക്കലും ശരിയല്ല. നിങ്ങൾ മനസ്സിലാക്കണം, ശരീഅത്തിൽ ഫർളായ ഒരു കാര്യം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുകയല്ലല്ലോ ചെയ്യുന്നത്. അതൊരിക്കലും ഉണ്ടാവുകയില്ല. അപ്പോൾ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് തന്നെ പഠിച്ചതാണ്. എഴുന്നേറ്റ് നിൽക്കണ്ട എന്ന് പറഞ്ഞാൽ നിൽക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നെ കാണുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ കരുതിപ്പോയാൽ സുബ്ഹാനല്ലാഹ്, അവൻ ബുദ്ധിമുട്ടായി പോയി കേട്ടോ. ഇപ്പൊ എന്നെ നിങ്ങൾ സുൽത്താനുൽ ഉലമ എന്ന് വിളിക്കുന്നു, ബഹുമാനപ്പെട്ട അലിക്കുഞ്ഞി ഉസ്താദിനെ താജു ശരീഅത്ത് എന്ന് വിളിക്കുന്നു, അബ്ബാസ് ഉസ്താദിനെ ഷറഫുൽ ഉലമ എന്ന് വിളിക്കുന്നു. ഈ പേരുകളൊക്കെ വിളിച്ചിട്ട് ഞങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്ന സമയം ഞങ്ങൾ ഇതിനു വേണ്ടി അർഹതയുള്ളവരാണ്, ഞങ്ങൾക്ക് വേണ്ടി ഇവരൊക്കെ നിൽക്കേണ്ടവരാണ് എന്ന് മനസ്സിൽ കരുതിപ്പോയാൽ അന്ന് മുതൽ ഞങ്ങൾ താഴോട്ട് ഇറങ്ങിപ്പോയി. ഞങ്ങൾക്കതിന് അർഹതയില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന ഒരു നിഅമത്ത് എന്ന നിലയ്ക്ക് ഞങ്ങളതിനെ വിരോധിക്കാറില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഇത് ഫർളാണ്, ഞാൻ തങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കൽ ഫർളാണെന്ന് പറഞ്ഞപ്പോൾ അത് തെറ്റാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ ഉണർത്തി കൊടുക്കുമായിരുന്നല്ലോ. അത് ഫർളല്ല എന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നല്ലോ. അത് പറഞ്ഞു കൊടുത്തില്ല. ഹസ്സാൻ ഇബ്നു സാബിത്ത് പറഞ്ഞത് സമ്മതിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഹസ്സാൻ പറയുന്നു, അജിബ്തു ലിമൻ ലഹു അഖ്ലുൻ വഫഹ്മു യറാ ഹാദൽ ജമാല വലാ യഖൂമു. ഹസ്സാൻ ഇബ്നു സാബിത്ത് പറഞ്ഞു, എനിക്ക് അത്ഭുതം, അതാ കുറച്ച് മാന്യന്മാരവിടെ ഇങ്ങനെ ഇരിക്കുന്നു. ഈ ഐനുൽ ജമാലായ അഴകിന്റെ ഐനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുമ്പോൾ നിൽക്കാത്ത കുറച്ച് ബുദ്ധിമാന്മാർ അവിടെ ഇരിക്കുന്നു. അത്ഭുതം തന്നെ എന്ന് പറഞ്ഞാൽ അവർ ഈ വാക്കിന്റെ ബാഹ്യമായ അർത്ഥം മനസ്സിലാക്കിപ്പോയി. അത് ശരിയല്ല. ആ പറഞ്ഞതിന്റെ അർത്ഥം മൻ അഹബ്ബ അൻ യതമസ്സല ലഹു الناس ഖിയാമൻ വൽയതബവ്വ മഖഅദഹു മിനൻ നാർ. ഏതെങ്കിലും ഒരാൾ എന്നെ കാണുമ്പോൾ മറ്റുള്ളവരൊക്കെ എഴുന്നേറ്റ് നിന്ന് ആദരിക്കണം എന്ന് സ്വയം കരുതിയാൽ അത് നരകത്തിലേക്കുള്ള വഴിയാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് എന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഉലമാഇനെ ബഹുമാനിക്കുക, ആദരിക്കുക, അത് സുന്നത്താണ്. ബഹുമാനപ്പെട്ട അബ്ബാസ് ഉസ്താദ് ഇവിടെ എന്തെല്ലാം ചെയ്തു ദീനിനു വേണ്ടി. മതഭൗതിക സാങ്കേതിക സമുന്നയ വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്രമായ അൽമദീന സെന്റർ ഉണ്ടാക്കി. അവിടെ മതവിദ്യാഭ്യാസമുണ്ട്, ഭൗതിക വിദ്യാഭ്യാസമുണ്ട്, സാങ്കേതിക ടെക്നിക്കൽ വിദ്യാഭ്യാസം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ തലമുറക്ക് ആവശ്യമായ നിരക്ക് മതവും ഭൗതികവും സാങ്കേതികവുമായ എല്ലാ വിദ്യകളും പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു വലിയ ഉന്നതമായ സ്ഥാപനം അൽമദീന ഉണ്ടാക്കി. ദുബായിൽ പണ്ട് ഒരു ഹിന്ദി സംസാരിക്കുന്ന ആളുണ്ടായിരുന്നു. ആൾ മരിച്ചുപോയി. അബ്ബാസ് ഉസ്താദിന് വലിയ ഗുണം ചെയ്തു കൊടുക്കുന്ന ആളാ. ഒരിക്കലും ഞാൻ അയാളെടുത്ത് എത്തിപ്പെട്ടു. അങ്ങനെ ഞാനും അയാളുമായി ഇരുന്നിട്ട് സംസാരിക്കുമ്പോൾ എന്നോട് ചോദിച്ചു, ഷെയ്ഖ് അബ്ബാസ് കോ ജാനതാ ഹൈ? ആ, അബ്ബാസ് മുസ്ലിയാരെ ഞാൻ അറിയും. എന്നിട്ട് അയാൾ പറയുന്നത്, ഷെയ്ഖ് അബ്ബാസ് उर्दू में इतना माहिर नहीं, उर्दू नहीं बोल सकता है अच्छी तरह, लेकिन उनके चेहरे पर देखने से उनको तबर्रुआत और मदद करना
हमारे दिल में अल्लाह ताला डालता है. എന്താ പറഞ്ഞത്? ഇപ്പൊ അബ്ബാസ് ഉസ്താദിന് ഉറുദു അറിയാം. അന്നത്തെ കാലത്ത് പറയാണ്, 25 കൊല്ലം മുമ്പുള്ള കഥയാ പറയുന്നത്. നല്ല പോലെ ഉറുദു അറിയാനൊന്നും അബ്ബാസ് ഉസ്താദിന് അറിയില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ മുഖം അങ്ങ് കാണുമ്പോഴേക്ക് അദ്ദേഹത്തിനെ സഹായിക്കണം എന്ന് ഞങ്ങൾക്കൊക്കെ തോന്നുകയാണ്. അദ്ദേഹം പറഞ്ഞതാ. ആ മുഖം എന്താ, മുഖത്തെന്തോ സാധനം വെച്ചിട്ടാ? അല്ല, അത് ഇൽമിന്റെയും തഖ്വന്റെയും ഒരു ഹൈബത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഖത്ത് ഇട്ടുകൊടുക്കുകയാണ്. ആ കാരണം കൊണ്ട് അറബികളും ഉറുദുക്കാരും അല്ലാത്തവരും എല്ലാവരും ബഹുമാനിക്കുകയും ആദരിക്കുകയും സഹായിക്കുകയും ചെയ്ത് അങ്ങനെ അൽ മദീന ഉണ്ടാക്കി. അതുപോലെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തു. സുന്നത്ത് ജമാഅത്തിന്റെ രംഗത്ത് സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നിരവധി പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കുന്ന പദ്ധതിക്കും നേതൃത്വം നൽകാറുണ്ട്. അങ്ങനെ ധാരാളം ശിഷ്യന്മാരെ വളർത്തിയെടുക്കുകയും നിരവധി ദീനീ ഖിദ്മത്ത് നടത്തുകയും ചെയ്തപ്പോൾ അവിടുത്തെ ശിഷ്യന്മാരുടെ ഒരു ആഗ്രഹമാണ് അബ്ബാസ് ഉസ്താദ് ഇനി ഒരു സ്വീകരണം, ഒരു ആദരവ് കൊടുക്കണമെന്ന്. ആ ആഗ്രഹത്തിനനുസരിച്ച് ശിഷ്യന്മാർ സംഘടിപ്പിച്ചതാണ്. അത് ശർഇൽ അനുവദനീയമാണ്, അത് സുന്നത്താണ്. ഉസ്താദുമാരെയും ആലിമീങ്ങളെയും ബഹുമാനിക്കൽ അത് സുന്നത്ത് ജമാഅത്തിന്റെ ചര്യയിൽ പെട്ടതാണ്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു സഞ്ചരിച്ചിരുന്ന വാഹനം പോലും അവിടുത്തെ ശിഷ്യനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു കഴുകിക്കൊടുത്തിരുന്നു. വാഹനം തള്ളാൻ കാറല്ല, അന്ന് കാറില്ല, ഒട്ടകം. ഈ ഒട്ടകത്തെ കുളിപ്പിച്ചു കൊടുത്തിരുന്നു. ഉസ്താദ് കയറിയതാണ്, അവിടുന്ന് കയറുന്ന വാഹനമാണ് എന്ന നിലക്ക്. ആ നിലക്ക് ഉലമാഇനെയും ഉസ്താദുമാരെയും പ്രായമുള്ളവരെയും എല്ലാം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത് സുന്നത്ത് ജമാഅത്തിന്റെ ചിട്ടയിൽപ്പെട്ടതാണ്. ചെറുപ്പക്കാരെ, യുവാക്കളെ, സഹോദരങ്ങളെ, അതുകൊണ്ട് എല്ലാവരും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കണം. നിങ്ങൾ അന്യോന്യം ചീത്ത പറയാനും പഴി പറയാനും നടക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെയും പിന്നാലെ പോകരുത്. നമുക്ക് ആരെയും ചീത്ത പറയേണ്ട ആവശ്യമില്ല, ആരെയും തെറി പറയേണ്ട ആവശ്യമില്ല, ആരെയും പരിഹസിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ അഖീദ, നമ്മുടെ വിശ്വാസം അത് നിലനിർത്തുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക, അതുമാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി തരുമാറാകട്ടെ. നിങ്ങളെല്ലാവരും പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് നിൽക്കണം. ഒരൊറ്റ ചെറിയ വാക്ക് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തട്ടെ. ബഹുമാനപ്പെട്ട ഹാഫിള് ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയുടെ ഏറ്റവും പ്രസിദ്ധപ്പെട്ട ശറഹ് എഴുതിയ ശാരിഹ് ആണ്, ഫത്ഹുൽ ബാരിയുടെ മുസന്നിഫാണ്. അവർ ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിൽ പറയുന്നു, ഷെയ്ഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു റോട്ടിലൂടെ നടന്നു പോവുകയാണ്. ആ സമയത്ത് റോട്ടിന്റെ ഓവജാലിൽ ഒരാൾ വീണ് കിടക്കുന്നു. മുഖം കുത്തി താഴോട്ടായി കവുന്നു കിടന്ന് അട്ടഹാസിക്കുന്നു. അപ്പോ ഒച്ച കേട്ടപ്പോ അങ്ങോട്ട് തിരിഞ്ഞു നോക്കി. ഉടനെ ഉദിനു ഒന്ന് ഇങ്ങോട്ട് അടുത്ത് വരണമെന്ന് പറഞ്ഞു. അടുത്ത് ചെന്നു
നോക്കുമ്പോൾ ശരീരമാസകലം വികൃതമായി മോശമായി മെലിഞ്ഞ് കറുത്ത് കാണാൻ വയ്യാത്ത നോക്കാൻ സാധിക്കാത്ത അത്രയും മോശമായ നിലക്ക് നിൽക്കുന്നു. മുഖം കുത്തി വീണ് കിടക്കുന്നു. അടുത്തങ്ങോട്ടെത്തിയപ്പോ ഒരു കൈവിരൽ ഇങ്ങോട്ട് ചൂണ്ടിക്കൊടുത്ത് ഓഹുലാലം ആ കൈയും പിടിച്ചിട്ട് ഇയാളെ വലിച്ചിട്ട് റോട്ടുമലക്കിട്ട് റോട്ടുമലിട്ട് നോക്കുമ്പോ പിന്നെ അവിടെ ഇയാളെ രൂപം മാറിപ്പോയി. ഏറ്റവും നല്ല സുമുഖനായ ആരോഗ്യവാനായ ഒരു മനുഷ്യനെ പോലെ കാണുന്നു. എല്ലാ രോഗങ്ങളും മാറിപ്പോയി. വികൃതമായത് മുഴുവനും മാറിപ്പോയി. സുബ്ഹാനല്ലാഹ്, ഇതെന്താണ് അത്ഭുതം! ഓതുല്ലാതെ മന്നന്ത, നീ ആരാണ്? അപ്പോൾ ഖാല അലദ്ദീൻ, ഞാൻ അള്ളാഹുവിന്റെ ദീനാണ്, ദീനുൽ ഇസ്ലാമാണ്, സുന്നത്ത് ജമാഅത്താണ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിനെ പറ്റി പറയാൻ അയക്കപ്പെട്ട മലക്ക് ആണ്. ആ മലക്ക് പറയുന്നു, ഓ അബ്ദുൽ ഖാദിർ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിരോധികൾ ഇവിടെ പല തെറ്റായ ആശയങ്ങളും പ്രചരിപ്പിച്ച് സുന്നത്ത് ജമാഅത്തിനെ വികൃതമാക്കിയിരിക്കുന്നു. എന്നെ നീ കണ്ട സമയത്തുള്ളതുപോലെ മുഖം കുത്തി വീണ് കിടക്കുകയാണ് സുന്നത്ത് ജമാഅത്ത്. റാഫിദത്തും ശീഅത്തും മുഅ്തസിലത്തും അങ്ങനെ തുടങ്ങിയ പാർട്ടികൾ വന്ന് സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ വികൃതമാക്കി വെച്ചിരിക്കുന്നു. എന്നെ നീ കൈപിടിച്ച് കരയിലേക്ക് വെച്ചപ്പോൾ ഞാൻ ആ രോഗങ്ങളൊക്കെ മാറി സുന്ദരനായ വ്യക്തിയായതുപോലെ നിന്റെ കൈകൊണ്ട് സുന്നത്ത് ജമാഅത്തിനെ ശരിക്കും വളർത്തിയെടുക്കണം. സമ്മാക്കല്ലാഹു മുഹയ്യിദ്ദീൻ, നിങ്ങൾക്ക് അബ്ദുൽ ഖാദിർ എന്ന പേരിന്റെ കൂടെ മുഹയ്യിദ്ദീൻ എന്ന പേരും കൂടി അള്ളാഹു തന്നിരിക്കുന്നു. അങ്ങനെ അതാ 40 നൂറ്റാണ്ടോളം ചുറ്റി നടന്നോവർ ഇരിയെന്ന ഏകൽ കേട്ടാരേ ഇരുന്നോവർ. ബഹുമാനപ്പെട്ട ഓതല്ലാതെ അവിടെ ഇരിക്കാൻ തുടങ്ങി. ഇരുന്നിട്ട് ദീനീ ദഅവത്ത് ചെയ്യുന്നു. ബിദ്അത്തുകാർക്ക് റദ്ദ് എഴുതുന്നു. ആ കാലഘട്ടത്തിൽ എഴുതിയ ഏറ്റവും പ്രസിദ്ധമായ കിതാബാണ് കിതാബുൽ ഗുന്യത്തിൽ താലിബി തരീഖിൽ ഹഖ്. ആ കിതാബിൽ ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗൗസുൽ ആലമിനെ അറിയാത്ത ആളുകളില്ല, മുഹയ്യിദ്ദീൻ ശൈഖിനെ അറിയാത്തവരില്ല. അവർ മഹാനായിരുന്നു എന്ന് വിശ്വസിക്കാത്തവരും സുന്നികളെ കൂട്ടത്തിൽ ആരുമില്ല. എന്നല്ല, ഇവിടുത്തെ സലഫികൾ, മുജാഹിദുകൾ, ജമാഅത്തെ ഇസ്ലാമിക്കാരൊക്കെ അംഗീകരിക്കുന്ന വലിയ നേതാവാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ എന്ന് പറയപ്പെടുന്ന ആൾ. അദ്ദേഹത്തിന്റെ ഫതാവയിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നു, അശ്ശൈഖ് മുഹയ്യിദ്ദീൻ മിൻ അക്ബരി മശായിഖി ത്വരീഖ. ഷെയ്ഖ് മുഹയ്യിദ്ദീൻ ഏറ്റവും വലിയ തരീഖത്തിന്റെ ശൈഖന്മാരിൽപ്പെട്ട ഒരാളായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം തങ്ങൾ വലിയ മഹാനാണ്. അവിടെ നിന്ന് കിതാബിൽ എഴുതുന്നു, ഫഅലൽ മുഅ്മിനി ഇത്തിബാഉ അഹ്ലിസുന്നത്തി വൽ ജമാഅ. മുഅ്മിനായ മനുഷ്യ, നിന്റെ ഈമാൻ രക്ഷപ്പെടണമെങ്കിൽ നീ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ പിൻപറ്റണം. സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിൽക്കണം. അവിടെ വാശിയും വക്കാണവും തർക്കവുമായി ഏതെങ്കിലും വിദേഹത്തുകാരൻ്റെ കൂടെ പോയി അവനെ കൂട്ടുകൂടി അവനെ മറ്റവനെ കൂട്ടുകൂടി അങ്ങനെ സുന്നികളോടുള്ള വാശി മാത്രം, ആ വാശിയിലും വേറിലും മറ്റുള്ള ഏത്
വിദ്യാർത്ഥികാരൻ വന്നാലും വിരോധമില്ലെന്ന് തോന്നുന്ന ഒരവസ്ഥയിലേക്ക് നീ മാറിപ്പോകല്ല. നീ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ ശരിക്കും മുറുകെ പിടിക്കണം കേട്ടോ സഹോദരന്മാരെ. അത് മുറുകെ പിടിച്ചാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. അപ്പോൾ മാത്രമേ നമ്മുടെ ഈമാൻ സലാമത്തായി കിട്ടുകയുള്ളൂ എന്ന് നിങ്ങളോട് ഉപദേശിച്ച് ഇവിടുത്തെ കാരണവന്മാരും ഇവിടുത്തെ പണക്കാരും എല്ലാവരും ശ്രദ്ധിക്കണം. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം വേണം. മറ്റുള്ളവർ പ്രവർത്തിക്കുന്നത് നോക്കിയിട്ടും നോക്കാതെയുമല്ല നമ്മുടെ പ്രവർത്തനം ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ബാസ് ഉസ്താദിന്, ഷറഫുൽ ഉലമായി അബ്ബാസ് ഉസ്താദിന് വളരെയധികം ബഹുമാനവും ആദരവും അറിയിച്ചുകൊണ്ട്, എൻ്റെ അങ്ങേയറ്റത്തെ മഹബത്ത് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഇന്നലെയാണ് മരണപ്പെട്ടു പോയത്. അല്ലാഹു തആല അവർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ, അവരെ ഖബറിനെ സ്വർഗ്ഗതോപ്പാക്കി കൊടുക്കട്ടെ. ഈ മഹത്തായ സദസ്സ് ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങളവர்கள் ഇവിടെ ഉണ്ടാകുമായിരുന്നു അവരുടെ ഹയാത്ത് കാലത്ത്. ആ താജുൽ ഉലമ തങ്ങളവர்கள் ഇന്ന് നമ്മോടൊപ്പം ബാഹ്യമായി ഇല്ലെങ്കിലും അവിടുത്തെ റൂഹ് നമ്മുടെ കൂടെയുണ്ട്. ആ തങ്ങളവർക്ക് അല്ലാഹു ദർജനെ ഏറ്റിക്കൊടുക്കട്ടെ. അതുപോലെ നൂറുൽ ഉലമ എം.എ. ഉസ്താദ്, അവർക്ക് അല്ലാഹു തആല ദർജനെ ഏറ്റിക്കൊടുക്കട്ടെ. താഹിറുൽ അഹ്ദൽ തങ്ങൾ, അല്ലാഹു തആല അവർക്ക് ദർജനെ ഏറ്റിക്കൊടുക്കട്ടെ. അതുപോലെ മറ്റ് നമ്മിൽ നിന്ന് മരിച്ചുപോയ സയ്യിദന്മാർ, ആലിമീങ്ങൾ, മഞ്ഞനാടി ഉസ്താദ്, വലിയ മഞ്ഞനാടി ഉസ്താദ് അബ്ബാസ് ഉസ്താദിൻ്റെ അമ്മാസൻ, അവർക്കെല്ലാവർക്കും അല്ലാഹു തആല ദർജനെ ഏറ്റിക്കൊടുക്കട്ടെ. അല്ലാഹു തആല അവരെ ഖബറിനെ പ്രകാശിപ്പിച്ച് കൊടുക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. റഹ്മുറാഹിമായ റബ്ബേ, ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയത് നിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് അല്ലാ, നിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് അല്ലാ. നീ കബൂൽ ചെയ്യണേ അല്ലാ, നീ കബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ രോഗങ്ങളൊക്കെ മാറ്റിത്തരണേ അല്ലാ. ആഫിയത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. ദീർഘായുസ് പ്രദാനം ചെയ്യണേ അല്ലാ. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ അടിയുറച്ച് നിൽക്കാനുള്ള എല്ലാ കഴിവും തൗഫീഖും പ്രദാനം ചെയ്യണേ റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. अल्हम्दुलिल्लाहि रब्बिल आलमीन। हमारे शेख साहब इधर है, कावल कटला हजरत, वो भी इंशाअल्लाह आपके सामने तकरीर करेंगे और दीगर उलमा भी तकरीर करेंगे इंशाअल्लाह। यह क्या है? രണ്ട് പാവപ്പെട്ട കുടുംബത്തിനും വീട് നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് അബ്ബാസ് ഉസ്താദിന്റെ ശിഷ്യന്മാർ. അതിന്റെ ഉദ്ഘാടനമാണ് അത്. പ്രിയമുള്ളവരെ, സിറാജുൽ മുനീർ ബഹുമാനപ്പെട്ട അബ്ബാസ് ഉസ്താദിന്റെ ശിഷ്യ സംഘടനയായ സിറാജുൽ മുനീർ അസോസിയേഷൻ അതിൻ്റെ 25ാം വാർഷികമാണ് ഇപ്പോൾ ആഘോഷിക്കുന്നത്. ഈ മഹത്തായ സംഘടന പുതിയൊരു പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നു. പാവപ്പെട്ട 2 കുടുംബത്തിന് വേണ്ടി വീട് നിർമ്മിക്കുന്ന പദ്ധതിക്ക് വേണ്ടിയുള്ള കുറ്റിയടിക്കൽ കർമ്മം ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകളും അതുപോലെ തന്നെ ഷെയ്ഖുന താജുൽ ശരിയ അലിക്കുഞ്ഞ് ഉസ്താദ് അവറുകളും കാവൽക്കട്ട ഹസ്രത്ത് അവറുകളും മറ്റു പണ്ഡിതന്മാരും നിർവഹിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. Bulletin releasing by Shaykhuna Sultanul Ulama giving to C Masjid Hajj. Masjid and SK Kadir Hajj. Allahu Akbar, Allahu Akbar, Allahu Akbar. And also educational special camp in there like at Shaykhuna Sultanul Ulama releasing giving to C Masjid Hajj treasurer. Masjid Hajj.
And also now felicitating to Mr. Isaac Zuhuri by Shaykhuna Sultan Ulama. 16 ವರ್ಷಗಳಿಂದ ದೇರಳಕಟ್ಟೆಯಲ್ಲಿ ಸೇವಾ ಕಾರ್ಯ ಮಾಡುವ SSFನ ಸಕ್ರಿಯ ಕಾರ್ಯಕರ್ತರು ಇಸಾಕ್ ಜುವರಿಗೆ ಶೈಖುನಾ ಸುಲ್ತಾನುಲ್ ಉಲಮರಿಂದ ಸ್ಮರಣೆಗೆ. ತೊಕ್ಕೋಟು ಸೆಕ್ಟರ್ನಿಂದ ಒಂದು ಲಾಂಛನ ಬಿಡುಗಡೆ. ಜಸ್ಟ್ 1 minute. ಆಂಬ್ಯುಲೆನ್ಸ್ ಬಿಡುಗಡೆ. ಕಾದರಾಜ್ SK ಕಾದರಾಜ್ ಇದೀಗ ಬಹುಮಾನ್ಯರಾದ ಶೈಖುನಾ ಉಸ್ತಾದರಿಗೆ ಶಾಲು ಹೊದಿಸಿ ಸನ್ಮಾನ. NS ಕರೀಂ ಹಾಜಿ SYS ಸ್ಟೇಟ್ ಕಮಿಟಿಯಿಂದ ಇದೀಗ ಒಂದು ಸನ್ಮಾನ. ಅಂಡ್ ಆಲ್ಸೋ SSF ಸ್ಟೇಟ್ ಕಮಿಟಿ. ಮಂಜನಾಡಿ ಸೆಂಟರ್ SYS. ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್. ಮಲಾಜ್ ಕಮಿಟಿ ಕೋರ್ಟ್ ಫಾರ್ ಉಸ್ತಾದ್. KCF UAE ഉസ്മാൻ ഹാജി. ടി മജീദ് ഹാജിಯಿಂದ ಅಬ್ಬಾಸ್ ಉಸ್ತಾದರಿಗೆ ಸ್ಪೆಷಲ್ ಫೆಲಿಸಿಟೇಷನ್. ದಕ್ಷಿಣ ಕನ್ನಡ ಜಿಲ್ಲಾ ಸಮಿತಿ SYS ಪಟೋರಿ ಸೈಯದ್ ಉಸ್ತಾದರ ನೇತೃತ್ವದಲ್ಲಿ. ಅಂಡ್ ಆಲ್ಸೋ ಏಷ್ಯನ್ ಬಾವಾ ಹಾಜ್ ಸುಲೈಮಾನ್ ಹಾಜಿ ಸಾಮನಿ. ಮಲಾಜ್ ಕಮಿಟಿ ಜಹೀರ್ ಉಳ್ಳಾಲ್. ಸಿದ್ದಿಕ್ ಸಕಾಫಿ ಮೂಳೂರು SYS ಜಿಲ್ಲಾ ಸೆಕ್ರೆಟರಿ. ಅಂಡ್ ಆಲ್ಸೋ ಪ್ರೆಸಿಡೆಂಟ್ ಪಟೋರಿ ಸೈಯದ್ ಕತ್ತರ್ ಬಾವಾಜ್. SSF ಸ್ಟೇಟ್ ಕಮಿಟಿ ಇಸ್ಮಾಯಿಲ್ ಸಕಾಫಿ, ಸಾದಿಕ್ ಮಾಸ್ಟರ್, ಹಾಫಿಲ್ ಯಾಕೂಬ್ ಸೈದಿ. ಡಿಸ್ಟ್ರಿಕ್ಟ್ ಕಮಿಟಿ ಪ್ರೆಸಿಡೆಂಟ್. ಬ್ಯಾಂಗ್ಳೂರ್ ಕಮಿಟಿ ನೌಫಲ್ ಸಕಾಫಿ. ಓಕೆ. ಮೂಸಾ ಕುತ್ತಾರ್. ಸುರ್ಬೇಲ್ ಅಶರಿಯಾ ಜನರಲ್ ಸೆಕ್ರೆಟರಿ ಮೊಹಮ್ಮದ್ ಅಲಿ ಸಕಾಫಿ. ಅಂಡ್ ಆಲ್ಸೋ ಸುಲೈಮಾನ್ ಹಾಜಿ ಸಿಂಗಾರಿ. ಇದೀಗ ಬಹುಮಾನ್ಯರಾದ ತಾಜು ಶರಿಯಾ ಅಲ್ಮದೀನಾ ಇಂಗ್ಲಿಷ್ ಮೀಡಿಯಂ ಸ್ಕೂಲ್ ಉಲ್ಲಾಲ್ ಡಿವಿಷನ್ SSF ಇದೀಗ ಬಹುಮಾನ್ಯ ಬ್ಯಾಂಗ್ಳೂರ್ ಕಮಿಟಿ. ಓಕೆ. ತಾಜು ಶರಿಯಾ ಆದಿಕುಂಜ ಉಸ್ತಾದ್ ನಮ್ಮ ಈ ಸಭೆಯಲ್ಲಿ ಮಾತನಾಡಲಿಕ್ಕಿದ್ದಾರೆ. ಶೈಖುನಾ ಉಸ್ತಾದರನ್ನು ಪ್ರೀತಿಪೂರ್ವಕ ಬರಮಾಡಿ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സലാമുൻ അലൈക്കും തിബുത്തും ഫദ്ഖുലുഹാ ഖാലിദീൻ എന്ന് ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ ബഹുമാനമുള്ള മലായിക്കത്ത് സ്വാഗതം ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അർഹമുർ റഹീമീനായ സയ്യിദായ രാജതമ്പുരാനെ, ഞങ്ങളുടെ പ്രിയങ്കരനായ അബ്ബാസ് മുസ്ലിയാരെ ഞങ്ങൾ ആദരിച്ചതുപോലെ അവരെയും ഞങ്ങളെ എല്ലാവരെയും നിന്റെ സ്വർഗത്തിലേക്ക് നിന്റെ ബഹുമാനമുള്ള മലായിക്കത്തിനെ കൊണ്ട് സലാമുൻ അലൈക്കും തിബുത്തും ഫദ്ഖുലുഹാ ഖാലിദീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ആദരിക്കാൻ വേണ്ടി നീ ഒരു കിർഫ നീ ചെയ്യണം അല്ലാഹ്. ഞങ്ങളെ ബഹുമാനമുള്ള നേതാവായ AP ഉസ്താദ് അവർക്ക് നീ ദീർഘായുസ് നൽകണം അല്ലാഹ്. വളരെ ക്ഷീണത്തിലാണ്. ഇന്നലെയും മിഞ്ഞാന്നും ഒക്കെ ഉറക്കൊഴിഞ്ഞിട്ട് പ്രവർത്തിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഇസ്സത്തും നല്ല ആരോഗ്യം നീ കൂട്ടിക്കൊടുക്കണം റഹ്മാനെ. ഇവിടെ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ എല്ലാ ഓരോരുത്തരുടെ ആവശ്യങ്ങളും നീ എളുപ്പമാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കി തരണമല്ല. എല്ലാവരും ദ്വാരക്കണമെന്ന് വസീയത്ത് ചെയ്തുകൊണ്ട് ഇവിടെ വന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ದಾರುಲ್ ಮುಸ್ತಫಾ ಎಜುಕೇಶನ್ ಮೋರಲ್ ಅಕಾಡೆಮಿ ವತಿಯಿಂದ ಬಹುಮಾನ್ಯರಾದ ಮುಹಿಯುದ್ದೀನ್ ಕಾಮಿಲ್ ಸಖಾಫಿ ತೋಕೆ ಉಸ್ತಾದ್ ಇದೀಗ ಬಹುಮಾನ್ಯರಾದ ಶೈಖುನಾ ಅಬ್ಬಾಸ್ ಉಸ್ತಾದರಿಗೆ SSF ಸ್ಟೇಟ್ ಕಮಿಟಿ, SYS ಸ್ಟೇಟ್ ಕಮಿಟಿ, ಅಲ್ಮದೀನಾ ಇಂಗ್ಲಿಷ್ ಮೀಡಿಯಂ ಸ್ಕೂಲ್, SSF ಡಿಸ್ಟ್ರಿಕ್ಟ್ ಕಮಿಟಿ, SYS ಡಿಸ್ಟ್ರಿಕ್ಟ್, ಮುಡಿಪು ಸಂಯುಕ್ತ ಜಮಾತ್, ಅಲ್ಮದೀನಾ ಮಲಾಜ್ ಕಮಿಟಿ, ಅಲ್ಮದೀನಾ ಬ್ಯಾಂಗ್ಳೂರ್ ಕಮಿಟಿ, SYS ಮಂಜನಾಡಿ ಸೆಂಟರ್